എല്ലാ ദിവസവും ഒരുപോലെയാണോ? ജീവിതം മാറ്റാൻ സമയമായി. ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ ആരോടും പറയാതെ നിങ്ങളോട് തന്നെ സത്യസന്ധമായി ഒരു ഉത്തരം പറയുമോ? പുറമേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു കുഴപ്പവുമില്ല. ഒരു ജോലിയുണ്ട്, വരുമാനമുണ്ട്, താമസിക്കാൻ ഒരിടമുണ്ട്, സ്നേഹിക്കാൻ ചുറ്റും ആളുകളുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ആരും കാണാതെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ജീവിതം നിങ്ങളുടേതല്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തിനുള്ളിൽ ഒരു കാഴ്ചക്കാരനായി ജീവിക്കുന്നത് പോലെ നിങ്ങളുടെ കൈകളും കാലുകളും ചലിക്കുന്നുണ്ട്. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നുണ്ട്. പക്ഷേ അതെല്ലാം ചെയ്യുന്നത് മറ്റാരോ ആണ്. നിങ്ങൾ ഉള്ളിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ്. നിസ്സഹായനായി ഇതെല്ലാം നോക്കി നിൽക്കുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ അല്ലെങ്കിൽ തിരക്കിട്ട ഒരു ദിവസത്തിന്റെ ഇടയ്ക്ക് കിട്ടുന്ന ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു നേർത്ത പ്രതിധ്വനി കേൾക്കാറില്ലേ? ഒരു ചോദ്യം: ഇതാണോ ഞാൻ? ഇതായിരുന്നോ ഞാൻ ആകേണ്ടിയിരുന്നത്? കുട്ടിക്കാലത്ത് നിങ്ങൾ കണ്ട സ്വപ്നങ്ങളിലെ ആ ആവേശമുള്ള ആൾ എവിടെ പോയി? ലോകം കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആ ധൈര്യശാലിക്ക് എന്തുപറ്റി? നിറങ്ങളെ സ്നേഹിച്ചിരുന്ന, സംഗീതത്തിൽ അലിഞ്ഞിരുന്ന, ചെറിയ കാര്യങ്ങളിൽ പോലും അത്ഭുതം കണ്ടെത്തിയിരുന്ന ആ പഴയ നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഓരോ ദിവസവും ഒരേപോലെ കടന്നു പോകുമ്പോൾ ആ പഴയ നിങ്ങളും ഇന്നത്തെ നിങ്ങളും തമ്മിലുള്ള ദൂരം കൂടിക്കൂടി വരുന്നതായി നിങ്ങൾ അറിയുന്നുണ്ടോ? ആ പഴയ ശബ്ദം നേർത്തുനേർത്തില്ലാതാകുന്നത് നിങ്ങൾ ഭയക്കുന്നുണ്ടോ? ഈ തോന്നൽ ഇതൊരു ഭ്രാന്തല്ല, ഇതൊരു പരാജയവുമല്ല. ഇത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ നിങ്ങൾ ഈ യാന്ത്രികമായ ജീവിതത്തിനെതിരെ നടത്തുന്ന ഒരു നിശബ്ദമായ നിലവിളിയാണിത്. ആ നിലവിളിയാണ് നിങ്ങൾ വിരസത എന്നും മടുപ്പ് എന്നും പേരിട്ട് വിളിക്കുന്നത്. നിങ്ങൾ ആ നിലവിളി കേൾക്കുന്നുണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ. കാരണം ഭൂരിഭാഗം ആളുകളും ആ ശബ്ദം കേൾക്കാത്ത വിധം തിരക്കിലാണ്. നിങ്ങൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു. അതിനർത്ഥം മാറ്റത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ആ പഴയ യഥാർത്ഥ നിങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ വീഡിയോയിൽ നമ്മൾ ആ നിലവിളിയുടെ കാരണം തേടി പോവുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ യാന്ത്രികമായി പോകുന്നത് എന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ ശ്രദ്ധയും എനിക്ക് തരൂ. കാരണം ഇത് വെറുമൊരു വീഡിയോ അല്ല, ഇത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരികെ നൽകാനുള്ള ഒരു ശ്രമമാണ്. ഭാഗം 1. എന്തുകൊണ്ടാണ് നമുക്ക് കുടുങ്ങിപ്പോയതായി തോന്നുന്നത്? ഈ വിരസതയുടെയും മടുപ്പിന്റെയും യഥാർത്ഥ കാരണം നമ്മുടെ ശത്രുവല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായ തലച്ചോറ് തന്നെയാണ്. വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? ഞാൻ വിശദീകരിക്കാം. നമ്മുടെ തലച്ചോറ് ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാൾ ശക്തമാണ്. പക്ഷേ അതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതിന് ഭയങ്കര മടിയാണ്. ഊർജം സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഓരോ നിമിഷവും പുതിയ തീരുമാനങ്ങൾ എടുക്കുക, പുതിയ കാര്യങ്ങൾ വിശകലനം ചെയ്യുക എന്നതൊക്കെ ഒരുപാട് ഊർജം ചിലവാക്കുന്ന പ്രക്രിയകളാണ്. അതുകൊണ്ട് തലച്ചോറ് ഒരു എളുപ്പവഴി കണ്ടെത്തും. അതാണ് ശീലങ്ങൾ അഥവാ ദിനചര്യകൾ, റൂട്ടീൻസ് ആൻഡ് ഹാബിറ്റ്സ്. നിങ്ങൾ ആദ്യമായി ഡ്രൈവിംഗ് പഠിച്ച ദിവസം ഓർത്തു നോക്കൂ. ഗിയർ എവിടെയാണ്, ക്ലച്ച് എപ്പോഴാണ് ചവിട്ടേണ്ടത്, സ്റ്റിയറിംഗ് എത്ര തിരിക്കണം, കണ്ണാടിയിൽ എപ്പോഴൊക്കെ നോക്കണം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ ഒരേ സമയം ശ്രദ്ധിക്കണം. തല പുകഞ്ഞു പോകുന്ന അവസ്ഥ. കാരണം അന്ന് നിങ്ങളുടെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം മുഴുവൻ സമയവും പ്രവർത്തിക്കുകയായിരുന്നു. തീരുമാനങ്ങൾ എടുക്കുന്ന, കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന തലച്ചോറിലെ CEO ആണിത്. ഇതിന് ഊർജം വേണം. എന്നാൽ കുറച്ചുനാൾ ഒരേ വഴിയിലൂടെ ദിവസവും ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഡ്രൈവിങ്ങിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. നിങ്ങളുടെ വീടിന്റെ മുന്നിൽ എത്തുമ്പോൾ മാത്രമേ നിങ്ങൾ ബോധത്തിലേക്ക് വരികയുള്ളൂ. ഇതിനെയാണ് ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് തലച്ചോറ് എന്ത് ചെയ്യുന്നുവെന്നോ, അത് ഡ്രൈവിംഗ് എന്ന ജോലിയെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ നിന്നെടുത്ത് ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗത്തേക്ക് മാറ്റുന്നു. ശീലങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണിത്. ഇതിന് വളരെ കുറഞ്ഞ ഊർജം മതി. ഇങ്ങനെയാണ് തലച്ചോറ് അതിന്റെ വിലപ്പെട്ട ഊർജം ലാഭിക്കുന്നത്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പല്ല് തേക്കുന്നതിനും ഷൂസിന്റെ ലേസ് കിട്ടുന്നതിനും എല്ലാ ദിവസവും തല പുകയ്ക്കേണ്ടി വന്നാൽ നമ്മുടെ ജീവിതം എത്ര ദുസ്സഹമായേനെ. എന്നാൽ ഇവിടെയാണ് അപകടം പതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ 95% കാര്യങ്ങളും ഈ ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും? ജോലി, യാത്ര, ഭക്ഷണം, ഉറക്കം, ബന്ധങ്ങൾ പോലും ഒരുതരം ദിനചര്യയായി മാറുമ്പോൾ തലച്ചോറ് പുതിയ ഓർമ്മകൾ ഉണ്ടാക്കുന്നത് നിർത്തുന്നു. കുട്ടിക്കാലത്ത് 1 വർഷം എന്നത് എത്രയോ വലിയൊരു കാലയളവായിരുന്നു. ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളായിരുന്നു. പുതിയ കളികൾ, പുതിയ കൂട്ടുകാർ, പുതിയ പാഠങ്ങൾ. തലച്ചോറിന് ഓരോന്നും റെക്കോർഡ് ചെയ്യണമായിരുന്നു. എന്നാൽ മുതിർന്നു വരുമ്പോൾ പുതിയ അനുഭവങ്ങൾ കുറയുന്നു. 1 വർഷം എന്നത് 12 മാസങ്ങളല്ല, മറിച്ച്
ഒരേപോലത്തെ 365 ദിവസങ്ങളായി തലച്ചോറിന് അനുഭവപ്പെടുന്നു. സമയം ശരിക്കും വേഗത്തിൽ പോകുന്നതല്ല, നമ്മുടെ ജീവിതത്തിലെ ഓർമ്മിക്കത്തക്ക നിമിഷങ്ങൾ കുറയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം വിരസമായി തോന്നുമ്പോൾ, നിങ്ങൾക്ക് കുടുങ്ങിപ്പോയി എന്ന് തോന്നുമ്പോൾ, നിങ്ങളുടെ തലച്ചോറ് യഥാർത്ഥത്തിൽ നിങ്ങളോട് വിളിച്ചു പറയുന്നത് ഇതാണ്: ഹേയ്, എനിക്ക് ആവശ്യത്തിന് ഡോപ്പമിൻ കിട്ടുന്നില്ല. ഞാൻ ഓട്ടോ പൈലറ്റ് മോഡിൽ പ്രവർത്തിച്ചു മടുത്തു. എനിക്ക് വളരണം, എനിക്ക് പഠിക്കണം, എനിക്ക് ജീവനുണ്ടെന്ന് തോന്നണം. ദയവായി എനിക്ക് പുതിയ എന്തെങ്കിലും തരൂ. ഈ തോന്നൽ ഒരു ആധുനിക കാലത്തെ പ്രശ്നമല്ല. ഇതൊരു പുരാതനമായ നമ്മുടെ അതിജീവനവുമായി ബന്ധപ്പെട്ട ഒരു പ്രേരണയാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവികർക്ക് നിലനിൽക്കണമെങ്കിൽ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തണമായിരുന്നു, പുതിയ ഭക്ഷണ സ്രോതസ്സുകൾ തേടണമായിരുന്നു, പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. ഒരേ ഗുഹയിൽ ഒരേ തരം ഭക്ഷണം കഴിച്ച് ഒതുങ്ങിക്കൂടിയിരുന്നുവെങ്കിൽ അവർ പട്ടിണി കിടന്ന് മരിച്ചുപോയേനെ. അതുകൊണ്ട് ഈ പര്യവേക്ഷണ സ്വഭാവത്തെ പ്രോത്സാഹിപ്പിക്കാൻ തലച്ചോറ് ഡോപ്പമിൻ എന്ന പ്രതിഫലം നൽകി തുടങ്ങി. ഇന്നത്തെ സുരക്ഷിതമായ ലോകത്ത് നമുക്ക് അതിജീവിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പുതിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വിഗ്ഗിയിലൂടെയും സൊമാറ്റോയിലൂടെയും ഭക്ഷണം വീട്ടിലെത്തും. ഗൂഗിൾ മാപ്പ് വഴി എവിടെയും പോകാം. പക്ഷെ നമ്മുടെ തലച്ചോറ് ഇപ്പോഴും ആ പഴയ ആദിമ മനുഷ്യന്റെ തലച്ചോറ് തന്നെയാണ്. അതിന് ആ പുതുമയുടെ ഡോപ്പമിൻ കിക്ക് കൂടിയേ തീരൂ. അത് കിട്ടാതെ വരുമ്പോൾ തലച്ചോറ് നമ്മളെ ഉള്ളിൽ നിന്ന് തള്ളിവിടാൻ തുടങ്ങും. അതാണ് ഈ അസ്വസ്ഥത, ഈ വിരസത, ഈ കുടുങ്ങിപ്പോയി എന്ന് തോന്നൽ. യഥാർത്ഥത്തിൽ ഇത് പുറത്തിറങ്ങി പര്യവേക്ഷണം ചെയ്യുവാനുള്ള സമയമായി എന്ന് പറയുന്ന ആരോഗ്യകരമായ ഒരു അലാറമാണ്. അപ്പോൾ ഈ അലാറം കേട്ട് നമ്മൾ എന്തു ചെയ്യണം? ജീവിതം മൊത്തത്തിൽ വലിച്ചെറിഞ്ഞ് ഹിമാലയത്തിലേക്ക് പോകണോ? വേണ്ട. അതിനുള്ള വഴികളാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത്. തന്ത്രം 1: പുതുമയുടെ ചെറിയ ഡോസുകൾ. മൈക്രോ ഡോസിംഗ് നോവൽറ്റി. ഈ വിരസതയുടെ കൂറ്റൻ മതിലിനെ തകർക്കാൻ നമുക്ക് വലിയ ചുറ്റികയുടെ ആവശ്യമില്ല. ചെറിയ മൂർച്ചയുള്ള ഒരു ഉളി മതി. ജീവിതം മൊത്തത്തിൽ മാറ്റിമറിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനടിക്കുന്നതിന് പകരം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ ചെറിയ മനഃപൂർവമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇതിനെയാണ് മൈക്രോ ഡോസിംഗ് നോവൽറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തലച്ചോറിന് പുതുമയുടെ ചെറിയ ഡോസുകൾ ദിവസവും നൽകുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് വളരെ ലളിതവും എന്നാൽ അതിശക്തവുമായ ഒരു തന്ത്രമാണ്. നിങ്ങളുടെ യാത്രയെ മാറ്റുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരേ വഴിയിലൂടെയല്ലേ ജോലിക്ക് പോകുന്നത്? നാളെ ഗൂഗിൾ മാപ്പിൽ ഓൾട്ടർനേറ്റ് റൂട്ട് എന്ന ഓപ്ഷൻ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഒരുപക്ഷെ കുറച്ചുകൂടി ദൂരം കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ട്രാഫിക് കൂടുതലുണ്ടാകാം. പക്ഷേ ആ പുതിയ വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് പുറത്തു വരും. പുതിയ കടകൾ, പുതിയ കെട്ടിടങ്ങൾ, പുതിയ മരങ്ങൾ. നിങ്ങൾ ചുറ്റും നോക്കാൻ തുടങ്ങും. നിങ്ങളുടെ തലച്ചോറിലെ നോവൽറ്റി സെന്റർ ഉണരും. ഒരു ചെറിയ ഡോസ് ഡോപ്പമിൻ റിലീസാകും. ആ ദിവസം നിങ്ങൾക്ക് കുറച്ചുകൂടി ഉന്മേഷം തോന്നും. ബസ്സിലാണ് യാത്രയെങ്കിൽ അടുത്ത സ്റ്റോപ്പിലിറങ്ങി കുറച്ചു ദൂരം നടന്നു നോക്കൂ, അല്ലെങ്കിൽ ജനലിന്റെ അപ്പുറത്തെ സീറ്റിലിരുന്ന് നോക്കൂ. മാറ്റം അതെത്ര ചെറുതാണെങ്കിലും ഒരു മാറ്റമാണ്. നിങ്ങളുടെ ഭക്ഷണത്തെ മാറ്റുക. നിങ്ങൾ സ്ഥിരമായി പോകുന്ന ഹോട്ടലിൽ നിന്ന് എപ്പോഴും ഒരേ ബട്ടർ ചിക്കനും പൊറോട്ടയുമാണോ ഓർഡർ ചെയ്യുന്നത്? അടുത്ത തവണ പോകുമ്പോൾ മെനു കാർഡിലെ നിങ്ങൾക്ക് പേരുപോലും അറിയാത്ത ഒരു വിഭവം ഓർഡർ ചെയ്തു നോക്കൂ. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. പക്ഷേ ആ പുതിയ രുചി, ആ പുതിയ അനുഭവം, അതാണ് പ്രധാനം. വീട്ടിലാണെങ്കിൽ യൂട്യൂബ് നോക്കി പുതിയൊരു കറി ഉണ്ടാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ സ്ഥിരം വാങ്ങുന്ന ബ്രാൻഡിന് പകരം പുതിയൊരു ബ്രാൻഡ് ചായപ്പൊടി വാങ്ങി നോക്കൂ. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് നൽകുന്നത് വലിയൊരു സിഗ്നലാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ ഉത്തേജിപ്പിക്കുക. നമ്മൾ പലപ്പോഴും ഒരേ തരം പാട്ടുകൾ തന്നെയാണ് കേൾക്കുന്നത്. നിങ്ങളുടെ മ്യൂസിക് ആപ്പിലെ ഡിസ്കവർ വീക്കിലി അല്ലെങ്കിൽ ന്യൂ റിലീസസ് എന്ന പ്ലേലിസ്റ്റ് ഒന്ന് കേട്ടുനോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗായകന്റെ പാട്ട് കേട്ടുനോക്കൂ. ഒരു പുതിയ പോഡ്കാസ്റ്റ് കണ്ടെത്തുക. നിങ്ങൾ സ്ഥിരം കാണുന്ന മലയാളം സിനിമകൾക്ക് പകരം ഒരു കൊറിയൻ സിനിമ കണ്ടുനോക്കൂ. സബ് ടൈറ്റിൽ വായിക്കേണ്ടി വരും, പക്ഷേ ആ പുതിയ ഭാഷ, പുതിയ സംസ്കാരം, അതെല്ലാം നിങ്ങളുടെ തലച്ചോറിന് പുതിയ ഇൻപുട്ടുകളാണ്. നിങ്ങളുടെ ചുറ്റുപാടുകളെ മാറ്റുക. നിങ്ങളുടെ ഡെസ്ക്ടോപ്പിലെ വാൾപേപ്പർ മാറ്റുക. മൊബൈലിലെ ആപ്പുകളുടെ സ്ഥാനം പുനഃക്രമീകരിക്കുക. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾക്ക് ഒരു പുതുമ നൽകുകയും ഓട്ടോ പൈലറ്റ് മോഡിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. പുതിയൊരാളോട് സംസാരിക്കുക. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നാം, പക്ഷേ അതിന്റെ ഫലം വളരെ വലുതാണ്. നിങ്ങൾ ലിഫ്റ്റിൽ കയറുമ്പോൾ കൂടെയുള്ള അപരിചിതനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ചൂട് കുറച്ച് കൂടുതലാണല്ലേ എന്ന് വെറുതെ പറഞ്ഞു നോക്കൂ. ഒരുപക്ഷെ അവർ തിരിച്ച് പുഞ്ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. പക്ഷെ ആ ഒരു ശ്രമം, ആ ഒരു ചെറിയ സാമൂഹിക റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ചവിട്ടുപടിയാണ്. ഓരോ തവണ നിങ്ങൾ മനഃപൂർവ്വം ഒരു ചെറിയ മാറ്റം കൊണ്ടുവരുമ്പോഴും നിങ്ങൾ
നിങ്ങളുടെ തലച്ചോറിനോട് പറയുകയാണ്, നിയന്ത്രണം എന്റെ കയ്യിലാണ്, ഓട്ടോ പൈലറ്റിന്റെ കയ്യിലല്ല. ഓരോ ചെറിയ പുതുമയും ഒരു ചെറിയ ഡോപ്പമിൻ ഹിറ്റ് നൽകുന്നു. ഈ ചെറിയ ഹിറ്റുകൾ ദിവസം മുഴുവൻ കൂടിച്ചേരുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയിലും ഊർജത്തിലും വലിയൊരു വ്യത്യാസം വരും. ആ ദിവസം മറ്റൊരു വിരസമായ ദിവസം എന്ന ഫോൾഡറിലേക്ക് പോവുകയല്ല, അതിന് അതിൻ്റെതായ ഒരു ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റത്തിൽ നിന്ന് തുടങ്ങുക. നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ പുതിയൊരു വഴി തിരഞ്ഞെടുക്കുക. അതായിരിക്കട്ടെ നിങ്ങളുടെ ആദ്യത്തെ ചുവട്. തന്ത്രം 2. പഠനത്തിന്റെ ശക്തി. ഒരു തുടക്കക്കാരനാവുക. പുതിയ എന്തെങ്കിലും പഠിക്കുക. വിരസതയ്ക്കുള്ള ഏറ്റവും ശക്തമായ മറുമരുന്നുകളിൽ ഒന്നാണിത്. കാരണം പുതിയൊരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വെറുതെ ഉണരുകയല്ല ചെയ്യുന്നത്, അത് സ്വയം പുനർനിർമ്മിക്കുകയാണ്. ഈ പ്രക്രിയയെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് പുതിയ അനുഭവങ്ങൾക്കും പഠനത്തിനും അനുസരിച്ച് തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധങ്ങളെ മാറ്റാനും പുതിയവ സൃഷ്ടിക്കാനുമുള്ള കഴിവ്. നിങ്ങൾ പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ പുതിയ റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നത് പോലെയാണ്. ഇത് നിങ്ങളുടെ തലച്ചോറിനെ ചെറുപ്പമായി നിലനിർത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും സഹായിക്കും. ഏറ്റവും പ്രധാനമായി പുതിയൊരു കാര്യം പഠിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ആകാശം മുട്ടെ ഉയർത്തും. എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന്, ഹേയ്, എനിക്ക് ഗിറ്റാർ വായിക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് അല്പം സ്പാനിഷ് സംസാരിക്കാൻ അറിയാം എന്ന് പറയാൻ കഴിയുന്നത് നൽകുന്ന സംതൃപ്തി വളരെ വലുതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പുതിയൊരു കാര്യം പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും ഒരു തുടക്കക്കാരൻ, ബിഗിനർ ആയിരിക്കും. നമുക്കൊന്നും അറിയില്ലായിരിക്കാം. നമ്മൾ ഒരുപാട് തെറ്റുകൾ വരുത്തും. ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യരായേക്കാം. ഈ ഒരു അസ്വസ്ഥത, ഈ ഒരു വിഡ്ഢിയായി കാണപ്പെടുമോ എന്ന ഭയം, ഇതാണ് പലരെയും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്. പക്ഷേ സത്യം എന്തെന്നാൽ ഏറ്റവും വലിയ വളർച്ച സംഭവിക്കുന്നത് ഈ തുടക്കക്കാരന്റെ അവസ്ഥയിലാണ്. എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്ന ഒരവസ്ഥയിൽ തലച്ചോറിന് ഒന്നും പഠിക്കാനില്ല. എന്നാൽ ഒന്നും അറിയാത്ത, ജിജ്ഞാസയോടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന, തെറ്റുകൾ വരുത്താൻ തയ്യാറുള്ള ഒരു തുടക്കക്കാരന്റെ മനസ്സിലാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അതിന്റെ മാന്ത്രിക വിദ്യ കാണിക്കുന്നത്. അതുകൊണ്ട് ആ അസ്വസ്ഥതയെ നിങ്ങൾ സ്വാഗതം ചെയ്യണം. ഗിറ്റാർ പഠിക്കുമ്പോൾ വിരലുകൾ വേദനിക്കുന്നതും, പുതിയ ഭാഷ സംസാരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ തപ്പുന്നതും, ഡാൻസ് കളിക്കുമ്പോൾ സ്റ്റെപ്പുകൾ തെറ്റുന്നതും, അതെല്ലാം നിങ്ങൾ വളരുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ്. ആ പ്രക്രിയയെ ആസ്വദിക്കാൻ പഠിക്കുക. ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക. തന്ത്രം 3. നിങ്ങളുടെ എന്തിന് കണ്ടെത്തുക. ലക്ഷ്യവുമായി വീണ്ടും ബന്ധപ്പെടുക. നമ്മൾ പുതുമയുടെ ചെറിയ ഡോസുകളെക്കുറിച്ച് സംസാരിച്ചു. പുതിയ കഴിവുകൾ പഠിക്കുന്നതിനെക്കുറിച്ചും സംസാരിച്ചു. പക്ഷെ ചിലപ്പോൾ വിരസതയുടെ കാരണം പുറമെയുള്ള കാര്യങ്ങളുടെ അഭാവം മാത്രമല്ല, ഉള്ളിലുള്ള ഒന്നിന്റെ അഭാവം കൂടിയാവാം. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു അർത്ഥമില്ലെന്ന് തോന്നുമ്പോൾ, അപ്പോഴും ജീവിതം വിരസവും ശൂന്യവുമായി അനുഭവപ്പെടാം. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ, നിങ്ങൾ ജീവിക്കുന്ന ജീവിതം നിങ്ങളുടെ മൂല്യങ്ങളുമായി യോജിച്ചു പോകുന്നില്ലെങ്കിൽ, ലോകത്തിലെ എല്ലാ പുതുമകളും നിങ്ങൾക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമേ നൽകൂ. യഥാർത്ഥ മാറ്റം വരണമെങ്കിൽ നിങ്ങളുടെ എന്തിന്, യുവർ വൈ, നിങ്ങൾ കണ്ടെത്തണം. എന്തിനാണ് നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു വലിയ ചോദ്യമാണ്. ഇതിന് ഉത്തരം കണ്ടെത്താൻ സമയമെടുക്കും. പക്ഷേ അതിലേക്കുള്ള ഒരു ചെറിയ വ്യായാമം നമുക്കിന്ന് ചെയ്യാം. ശാന്തമായൊരിടത്തിരിക്കുക. ഒരു പേനയും പേപ്പറും എടുക്കുക. അല്ലെങ്കിൽ മൊബൈലിൽ ഒരു നോട്ട് പാഡ് തുറക്കുക. ഘട്ടം 1. നിങ്ങളുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ കണ്ടെത്തുക. കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മൊത്തത്തിലോ ആലോചിക്കുക. എന്നിട്ട് സ്വയം ഈ ചോദ്യം ചോദിക്കുക: എപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജീവനുണ്ടെന്ന് തോന്നിയത്? എപ്പോഴാണ് എനിക്ക് ഏറ്റവും ആഴത്തിലുള്ള സന്തോഷവും സംതൃപ്തിയും അനുഭവപ്പെട്ടത്? അത് ചിലപ്പോൾ ഒരു വലിയ നേട്ടമായിരിക്കാം. ഒരു പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കിയത്, അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ ജയിച്ചത്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു നിമിഷമായിരിക്കാം. ഒരു സുഹൃത്തുമായി ആഴത്തിൽ സംസാരിച്ചിരുന്നത്, ഒരു സൂര്യാസ്തമയം കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ സഹായിച്ചത്. അത്തരം 3-5 നിമിഷങ്ങൾ എഴുതുക. ഘട്ടം 2. ആ നിമിഷങ്ങളിലെ പൊതുവായ ഘടകം കണ്ടെത്തുക. ഇനി നിങ്ങൾ എഴുതിയ ആ നിമിഷങ്ങളിലേക്ക് നോക്കുക. അവയിൽ എന്തെങ്കിലും പൊതുവായ കാര്യങ്ങളുണ്ടോ? ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആരുടെ കൂടെയായിരുന്നു? ഉദാഹരണത്തിന്, നിങ്ങൾ എഴുതിയ നിമിഷങ്ങളിൽ ഒരു പുതിയ പെയിന്റിംഗ് പൂർത്തിയാക്കിയതും, ഒരു കവിത എഴുതിയതും, ഒരു ഗാർഡൻ ഉണ്ടാക്കിയതുമാണെങ്കിൽ അതിലെ പൊതുവായ ഘടകം സർഗാത്മകത, ക്രിയേറ്റിവിറ്റി ആയിരിക്കാം. നിങ്ങൾ എഴുതിയത് ഒരു സുഹൃത്തിനെ പ്രതിസന്ധിയിൽ സഹായിച്ചതും, ഒരു സാമൂഹിക പ്രവർത്തനത്തിൽ പങ്കെടുത്തതും, നിങ്ങളുടെ അറിവ് മറ്റൊരാൾക്ക് പകർന്നു നൽകിയതുമാണെങ്കിൽ അതിലെ പൊതുവായ ഘടകം സേവനം, കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ സമൂഹം, കമ്മ്യൂണിറ്റി ആയിരിക്കാം. ഒരു പുതിയ കാര്യം പഠിച്ചതും, ഒരു പുതിയ സ്ഥലത്തേക്ക് യാത്ര ചെയ്തതും, ഒരു വെല്ലുവിളി ഏറ്റെടുത്തതുമാണെങ്കിൽ
പൊതുവായ ഘടകം വളർച്ച, ഗ്രോത്ത് അല്ലെങ്കിൽ പര്യവേക്ഷണം, എക്സ്പ്ലോറേഷൻ ആയിരിക്കാം. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3-5 മൂല്യങ്ങൾ, കോർ വാല്യൂസ് കണ്ടെത്താൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് സർഗാത്മകത, വളർച്ച, സ്വാതന്ത്ര്യം, ആരോഗ്യം, ബന്ധങ്ങൾ. ഘട്ടം 3, നിങ്ങളുടെ ജീവിതത്തെ ഈ മൂല്യങ്ങളുമായി താരതമ്യം ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ മൂല്യങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. അത് നിങ്ങളുടെ ഇന്നത്തെ ദിനചര്യയിലേക്ക് സത്യസന്ധമായി ഒന്ന് നോക്കുക. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങളുടെ എത്ര ശതമാനം സമയവും ഊർജവും ഈ മൂല്യങ്ങളുമായി ചേർന്നു പോകുന്നുണ്ട്? നിങ്ങളുടെ പ്രധാന മൂല്യം സർഗാത്മകതയാണെങ്കിൽ, പക്ഷേ നിങ്ങളുടെ ജോലി ക്രിയേറ്റിവിറ്റിക്ക് യാതൊരു അവസരവും നൽകാത്ത ഡാറ്റ എൻട്രി ആണെങ്കിൽ, അവിടെ ഒരു വലിയ പൊരുത്തക്കേടുണ്ട്. ആ പൊരുത്തക്കേടാണ് നിങ്ങളുടെ വിരസതയുടെ ഒരു പ്രധാന കാരണം. നിങ്ങളുടെ പ്രധാന മൂല്യം ആരോഗ്യമാണെങ്കിൽ, പക്ഷേ നിങ്ങൾ ദിവസവും ജങ്ക് ഫുഡ് കഴിക്കുകയും വ്യായാമം ചെയ്യാതിരിക്കുകയും ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾക്ക് എതിരെയാണ് ജീവിക്കുന്നത്. ഈ തിരിച്ചറിവ് ചിലപ്പോൾ വേദനാജനകമായിരിക്കാം, പക്ഷേ ഇത് വളരെ അത്യാവശ്യമാണ്. ഘട്ടം 4, മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. ജീവിതം മൊത്തത്തിൽ മാറ്റാൻ ശ്രമിക്കരുത്. പകരം നിങ്ങളുടെ ഒരു മൂല്യവുമായി നേരിട്ട് ബന്ധമുള്ള വളരെ ചെറിയ പുതിയൊരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മൂല്യം സർഗാത്മകതയാണെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം എല്ലാ ദിവസവും 15 മിനിറ്റ് ഞാൻ എഴുതും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ പെയിന്റ് ചെയ്യും എന്നാകാം. നിങ്ങളുടെ മൂല്യം വളർച്ചയാണെങ്കിൽ, എല്ലാ ദിവസവും 10 പേജ് ഒരു പുസ്തകം വായിക്കും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പുതിയ പോഡ്കാസ്റ്റ് കേൾക്കും എന്ന് ലക്ഷ്യം വയ്ക്കാം. നിങ്ങളുടെ മൂല്യം ബന്ധങ്ങളാണെങ്കിൽ, ആഴ്ചയിൽ ഒരു പുതിയ സുഹൃത്തിനെ ഫോൺ വിളിക്കും എന്ന് തീരുമാനിക്കാം. ഈ ചെറിയ ചുവടുകൾ നിങ്ങളുടെ ദൈനംദിന പ്രവൃത്തികൾക്ക് ഒരു പുതിയ അർത്ഥം നൽകും. നിങ്ങൾ വെറുതെ സമയം കൊല്ലുകയല്ല, മറിച്ച് നിങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് വലിയ പ്രചോദനം നൽകും. കാലക്രമേണ ഈ ചെറിയ ചുവടുകൾ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മൂല്യങ്ങളുമായി കൂടുതൽ ചേർന്നു പോകുന്ന ഒരു പുതിയ ജോലി കണ്ടെത്താൻ പോലും അത് നിങ്ങളെ സഹായിച്ചേക്കാം. അപ്പോൾ വിരസതയുടെയും മടുപ്പിന്റെയും ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള 3 ശക്തമായ തന്ത്രങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. ഓർക്കുക, ജീവിതം ഒരു ട്രാക്കിൽ കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്നത് ഒരു പരാജയമല്ല, അതൊരു രോഗമല്ല, അതൊരു സാധാരണവും സ്വാഭാവികവും ആരോഗ്യകരവുമായ ഒരു സിഗ്നലാണ്. നിങ്ങളുടെ തലച്ചോറും ആത്മാവും നിങ്ങളോട് പറയുകയാണ്, വളരാനുള്ള സമയമായി, മാറാനുള്ള സമയമായി, ജീവിക്കാനുള്ള സമയമായി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം മരിക്കുന്നതല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ മരിക്കുന്നതാണ്. ഒരേ ദിവസം വീണ്ടും വീണ്ടും ജീവിച്ച് ഒടുവിൽ ഒരു ദിവസം മണ്ണോട് ചേരുന്നത്. നിങ്ങളുടെ കഥ അങ്ങനെ ആവരുത്. നിങ്ങളുടെ ദിവസങ്ങളുടെ ശില്പി നിങ്ങൾ തന്നെയാണ്. ഒരേപോലത്തെ ദിവസങ്ങൾ കൊത്തിയുണ്ടാക്കണോ, അതോ ഓരോ ദിവസവും വ്യത്യസ്തവും മനോഹരവുമായ ഒരു പുതിയ ശില്പമാണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആ ഉളിയും ചുറ്റികയും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു ചെറിയ മാറ്റത്തോടെ തുടങ്ങും. ഈ വീഡിയോ കണ്ടു തീർന്നാലുടൻ നിങ്ങൾ നാളെ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ മാറ്റത്തെക്കുറിച്ച് തീരുമാനിക്കുക. പുതിയൊരു വഴിയിലൂടെ നടക്കാനോ, പുതിയൊരു പാട്ട് കേൾക്കാനോ, അല്ലെങ്കിൽ ഒരു പഴയ സുഹൃത്തിനെ വിളിക്കാനോ ആ ഒരൊറ്റ ചുവട് മതി ഒരു പുതിയ യാത്ര തുടങ്ങാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ശരിക്കും പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ കുറച്ച് നിമിഷങ്ങളെടുത്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും പുതിയ അപ്ഡേറ്റുകൾ ഒന്നും നഷ്ടമാകാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ചിന്തകളും കമന്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വിഷയവുമായി നമുക്ക് ഉടൻ കാണാം. അതുവരെ നന്ദി.